അറിയാം, 34 വയസ്സ് കഴിഞ്ഞു. പക്ഷെ പെടാത്തത് സ്റ്റേറ്റ് പ്രസിഡന്റാണ്. എന്നാൽ സഭക്കാരൊന്നും മത്സരിപ്പിക്കത്തില്ല, എല്ലാ പ്രായമായാലും മത്സരിപ്പിക്കും. മന്ത്രിയാവുന്ന 46 വർഷം കഴിഞ്ഞു അല്ലേ? ഞാൻ ആദ്യം കായംകുളത്ത് MLA ആയപ്പോൾ രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി മെമ്പറായ രാധാകൃഷ്ണൻ മന്ത്രിയാക്കി, വിജയകുമാറിനെ മന്ത്രിയാക്കി. മന്ത്രിയുടെ സ്പീക്കറായിട്ട് എന്ന വല്ല പ്രശ്നമുണ്ട്. എന്നെ ഒരു നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ആക്കി. എനിക്കൊന്നും പ്രശ്നമാണ്. ഞാൻ പോയി നായനാരുടെ പുറകിലത് ശരിക്കും പ്രസംഗം, നീ പ്രസംഗിച്ചാലും ശരിയാവുന്ന നായനാർ പറയും. ഓൻ്റെ പ്രസംഗം അത് മതി, പുള്ളി പറയുമല്ലോ. ഇതൊക്കെ ഒത്തിരി ഇതൊക്കെ ആത്മകഥ എഴുതാൻ പറഞ്ഞു. ഞാനൊന്നും എഴുതിയില്ല, കാരണം കാണുന്നവരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. രാവിലെ എഴുതുക, ഞാൻ എഴുതിയില്ല. എല്ലാവരും പറയുന്നുണ്ട് എഴുതണമെന്ന്, പത്രക്കാരൻ പറയുന്നു. ഒരു പത്രപ്രതിനിധി, എനിക്ക് തോന്നുന്നത് മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടവരാണ്, പറഞ്ഞു കൊടുത്താൽ മതി, അവരെഴുതിക്കോളാം. ഞാൻ പറഞ്ഞു വേണ്ട, ഷൈജു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എഴുതുന്നില്ല, എന്നാൽ ഞാൻ എഴുതിയ എനിക്ക് വായിക്കാനൊക്കില്ല, അത് വേറൊരു പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ ആലോചിക്കുക എന്ത് കാര്യത്തിനാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് അനുഭവങ്ങൾ ഈ നാട്ടിലുള്ള പിന്തുണയും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം വളരാനല്ലേ ശ്രമിക്കേണ്ടത്. സൈദ് ചെറിയാനെ പോലെയുള്ള പാർട്ടിയായിട്ട് ചേർന്ന് പോകാൻ പ്രസ്താവനയാണ് നടത്തുന്നത്. ഞാൻ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കുന്നില്ല. അയാൾക്ക് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതെന്ന് ഞാനെതിരല്ല. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ദീർഘകാലം സഹായിച്ചത് അദ്ദേഹത്തിന് കുടുംബമായിട്ട്, അയാളുടെ അമ്മയുമായിട്ട്. പിതാവിന് ഇല്ല, ഞാൻ ജന്മയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ കേൾക്കില്ല. അതുപോലെ എൻ്റെ വീട്ടിൽ അതൊക്കെ എങ്ങനെ ഇത്തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെയൊക്കെ നിയോഗിച്ചിരുന്നു. ഞാനത് പറഞ്ഞില്ലേ ഇവിടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനത്ത് ഒന്നുമില്ലായിരുന്നു. അവസാനം വലിയ ഒരു പുകമറ പത്രമാധ്യമങ്ങൾ വന്നതുകൊണ്ട് ഒരു താക്കീത്, ശ്രദ്ധിക്കണം. അല്ലാതെ ഇലക്ഷനൊന്നും ചെയ്തതെന്നല്ല. ഞാനത് കഴിഞ്ഞ് അന്നത്തെ ഇലക്ഷൻ അസംബ്ലി കമ്മിറ്റിക്ക് പുറമെ ഒരു പാർട്ടി കമ്മിറ്റി ഉണ്ടാവുന്നതിനകത്ത് LC സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ വരെ ഇവിടെ പ്രവർത്തിച്ചവിടെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചു. അതിൻ്റെ സെക്രട്ടറി K. പ്രസാദാണ്. എൻ്റെ ഒറ്റ വികസന പ്രവർത്തനം കൊണ്ടാണ് ഇദ്ദേഹം ജയിച്ചതെന്നാണ് ആ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്. ഒരു ദിവസം അതിനുവേണ്ടി പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയായിരുന്ന സഖാവിനുള്ള അദ്ദേഹത്തിൻ്റെ വിജയത്തിന് തടസ്സമായി അദ്ദേഹം പ്രദർശിപ്പിച്ച 5 കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. ഇത് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളന റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടാണല്ലോ ആവർത്തിക്കുന്നത്. ഈ റിപ്പോർട്ട് അവിടെയും ചേർത്തിട്ടുണ്ട്. ആരും പറഞ്ഞില്ല. പിന്നെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു ജയിച്ച സഖാവിന് ഇങ്ങനൊരു പരാതി? അത് സഹിച്ചറിയാനോട് ചോദിക്കണം, ആരിഫിനോട് ചോദിക്കുമ്പോൾ അവർക്കറിയാം. അത്ര ഞാൻ പറയുന്നു. പറയട്ടെ. അത് കഴിഞ്ഞ് അതൊന്നുമില്ലാതെ പുകയായിട്ടൊക്കെ പോയി. ഒന്നുമില്ലല്ലോ, ഇതെല്ലാം യാഥാർത്ഥ്യം. ഒന്നുമില്ലായിരുന്നല്ലോ. ഞാൻ എത്ര യോഗങ്ങളിലാണ് പ്രസംഗിച്ചത് അയാൾക്ക് വേണ്ടി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നായർ മേഖലകളിലാണ്. വോട്ട് കുറയേണ്ട സ്ഥലമാണ് അമ്പലപ്പുഴ അടക്കം. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 900 വോട്ട് കിട്ടി. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം പോയി കണ്ട് രഹസ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിവരോടൊക്കെ കൊണ്ട് വോട്ട് ചോദിച്ചു. 11,000 വോട്ട്. എനിക്കാദ്യം മത്സരിച്ചോ 14,200 12,000 താഴെ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. VS ഇവിടെ 5,000 തോറ്റു, ജയിച്ചിട്ട് തോറ്റു. PKS 2,500 തോറ്റു, ജയിച്ചിട്ട് തോറ്റു. ഞാൻ 124 തോറ്റു. ഞങ്ങളൊക്കെ തോറ്റ മണ്ഡലമാണിത്. അവിടെ ജയിച്ചു. തുടർച്ചയായി 3 തവണ ജയിക്കാൻ കാരണം ജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യങ്ങളെ പറ്റി അവർക്ക് നല്ല ബോധ്യമായി. പിന്നെ അവരെന്നെ ജയിപ്പിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ ജയിപ്പിച്ചു. ആ കരിയമിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പിണറായി സാഹിബ് എന്നെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. ഫോണിലാണ് വിളിച്ചാൽ താഴെ നിൽക്കുക. ഞാൻ ചെന്നു. നന്നായി, പ്രശ്നമൊന്നുമില്ല. സഹ അവിടെ പോയി PKSയുടെ ഒരു മുറിയുണ്ട്, അവിടെ ഇരിക്കും. അപ്പം PKSയുടെ തുടർച്ചയായിട്ട് ഞാൻ ഇരിക്കണമെന്നാണ്. എന്നിട്ട് ഇത് പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞ് ഈ MLA മന്ത്രി G. സുധാകരൻ വാർത്താലേഖരെ കാണുകയായിരുന്നു. പലതും കീറി മുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.